നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഒരുപാട് ആളുകൾ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന സംശയമാണ്, പെൻഷൻ വർഷാവർഷം പുതുക്കണോ? ഈ മെയ് മാസം മുതൽ എന്തെല്ലാം കാര്യങ്ങൾ പെൻഷൻ ശ്രദ്ധിക്കണം, തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വർഷാവർഷം പുതുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വീഡിയോസുകൾ പറയുന്നുണ്ടായിരുന്നു പെൻഷൻ വർഷാവർഷം പുതുക്കണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പുതുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വർഷാവർഷം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമാണ് തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഏത് മാസങ്ങളിലാണോ പെൻഷൻ മസ്റ്ററിങ് ചെയ്തത്, ഏകദേശം ആ സമയമാകുമ്പോഴേക്കും വീണ്ടും മസ്റ്ററിങ് അറിയിപ്പ് എല്ലാ വർഷവും വരാറുണ്ട്. അങ്ങനെ എല്ലാ വർഷവും നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ നൽകേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. 2 വർഷം, ചിലത് 3 വർഷം വരെ കാലാവധി കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നമ്മൾ എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർ വീണ്ടും പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകണം. അതെല്ലാ വർഷത്തും നൽകേണ്ടതാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് എല്ലാ വർഷവും അത് നൽകാറ്. അതെല്ലാ വർഷവും നൽകി കഴിഞ്ഞാൽ മാത്രമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ പിന്നീട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചില ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി നൽകേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പ്രവാസി പെൻഷൻ പോലത്തെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം. അങ്ങനെ എല്ലാ വർഷവും നൽകേണ്ട കാര്യങ്ങൾ നൽകണം. അല്ലാതെ പെൻഷൻ നമ്മൾ പ്രത്യേകിച്ച് പുതുക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാര്യം പെൻഷൻ മസ്റ്ററിംഗ് ആണ്. അതിനിപ്പോൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് അവരുടെ ആധാറിൽ വന്ന വിഷയങ്ങൾ കൊണ്ടായിരുന്നു. ആധാറിൽ പല ആളുകൾക്കും അവരുടെ പേരിൽ ഡിഫറൻ്റ് ആയതുകൊണ്ട്, അതുപോലെ തന്നെ അവർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൈവശമില്ലാത്തത് കൊണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ പല ആളുകൾക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അവർക്ക് ആധാറിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അക്ഷയ കേന്ദ്രം നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൽ എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. എങ്കിൽ പെൻഷൻ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.